പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് റോമൻ റെയിൻസ് ദ ബ്ലഡ് ലൈൻ തുടങ്ങിയ സ്റ്റോറി ലൈനെ സംബന്ധിച്ചാണ്. നിലവിൽ പുറത്തേക്ക് വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ദ ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന സ്റ്റോറി ഉടനെയൊന്നും അവസാനിപ്പിക്കാൻ പോകുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പഴയതുപോലെ ട്രൈബൽ ചീഫ് കാലഘട്ടത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് റോമൻ റെയിൻസും ബ്ലഡ് ലൈനും കത്തുനിന്ന ഒരു സമയത്ത് സ്മാക്ഡൗണ് അവർ ഇങ്ങനെ കൊണ്ടുപോകുകയായിരുന്നു മികച്ച എപ്പിസോഡുകളായിട്ട്. അതേ രീതിയിൽ റോ എപ്പിസോഡിനെയും സ്മാക്ഡൗൺ എപ്പിസോഡിനെയും മാറ്റാനാണ് നിലവിൽ ട്രിപ്പിൾ എച്ച് വലിയൊരു ലക്ഷ്യം പോലെ അദ്ദേഹത്തിൻ്റെ ഒരു ടാർഗറ്റ് വെച്ചിട്ടുള്ളത്. അതായത് ബ്ലഡ് ലൈനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സ്റ്റോറികൾ മെയിൻ ഫോക്കസിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മത്സരങ്ങളും ആ രീതിയിലുള്ള കാര്യങ്ങളും ബിൽഡ് ചെയ്യുക എന്നുള്ള തലത്തിലേക്കാണ്. അപ്പോൾ ബ്ലഡ് ലൈൻ എന്ന് പറയുന്നത് പഴയതിനേക്കാൾ കുറച്ചും കൂടി വീര്യമുള്ളതുപോലെ ആക്റ്റീവായിട്ടുള്ള ഒരു സ്റ്റോറിയാക്കി കൊണ്ടുപോകാനാണ് പ്ലാൻ. അപ്പോൾ റോമൻ റെയിൻസ്, ജേക്കബ് ഫാറ്റു, ഊസോസ്, സോളസിക്കോവ, MFT ഇവർക്കൊക്കെ നല്ല പ്രാധാന്യമുള്ള രീതിയിലായിരിക്കും വീക്കിലി എപ്പിസോഡ്സ് ഇനി കാണുക എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേത് റോമൻ റെയിൻസിനെ സംബന്ധിച്ചാണ്. റോമൻ റെയിൻസിൻ്റെ ഈ ട്രൈബൽ ചീഫ് എന്ന് പറയുന്ന കാലഘട്ടത്തിൻ്റെ ഒരു മൊമെൻറ്റ് പോൾ ഹേമൻ ഇക്കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ വെച്ച് ഓർമ്മിച്ചെടുക്കുകയുണ്ടായി. റോമൻ റെയിൻസ് ഹീൽ ടേൺ സ്വീകരിച്ചതിന് ശേഷം ട്രൈബൽ ചീഫ് കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ക്യാരക്ടറിലേക്ക് റോമൻ റെയിൻസ് കാലെടുത്ത് വെക്കുന്ന ഒരു സമയത്ത് അന്ന് കമ്പനിയെ നിയന്ത്രിച്ചിരുന്നത് ക്രിയേറ്റീവ് ഹെഡ് എന്ന റോളിൽ കൂടി വിൻസ് മിക്മാൻ ആയിരുന്നു. അപ്പോൾ വിൻസ് മിക്മാനെ ഈ ഹീൽ ടേണിലേക്ക് റോമൻ റെയിൻസ് വന്നതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ ഒരു നിക് നെയിം അത് ബിഗ് ഡോഗ് എന്നുള്ള രീതിയിലേക്ക് തന്നെ കൊണ്ടുപോകാനായിരുന്നു ആഗ്രഹം. ട്രൈബൽ ചീഫ് എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക് റോമൻ റെയിൻസിനെ മാറ്റുന്നുണ്ടെങ്കിൽ പോലും ബിഗ് ഡോഗ് റോമൻ റെയിൻസ് എന്നുള്ള ആ ഒരു നിക് നെയിം മാറ്റാൻ വിൻസ് ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ മറ്റ് ക്രിയേറ്റീവ് ടീംസിൻ്റെ ഒരു സപ്പോർട്ട് ലഭിക്കാത്തത് കൊണ്ട് തന്നെ ട്രൈബൽ ചീഫ് എന്നുള്ള ഒരു പേരിലേക്ക് എത്തുകയും അവിടെ നിന്ന് ഹെഡ് ഓഫ് ദി ടേബിൾ എന്നുള്ള രീതിയിലേക്ക് സ്റ്റോറി ബിൽഡാക്കുകയും അദ്ദേഹത്തെ ഈ ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് രൂപീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുകയും ചെയ്തു. ഒരു പക്ഷേ ബിഗ് ഡോഗ് എന്ന് പറയുന്ന ആ ഫേസ് ക്യാരക്ടറിൻ്റെ അതേ കഥാപാത്രത്തിൻ്റെ ഒരു പേര് സ്വീകരിച്ച് അതിനോട് സാമ്യമുള്ള ഒരു വില്ലൻ കഥാപാത്രമാണ്, ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന റോമൻ റെയിൻസിൻ്റെ കഥാപാത്രമാണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ബ്ലഡ് ലൈന് ലഭിക്കുന്ന സ്വീകാര്യത അന്ന് ലഭിക്കുമായിരുന്നോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. വിൻസ് മിക്മാൻ എന്തായാലും ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്ന് അന്ന് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാത്തത് ഇപ്പോൾ റെസ്ലിംഗ് ഇൻഡസ്ട്രി നിലനിൽക്കുന്നതിന് വലിയ ഒരു കാരണമാണെന്ന് പറയേണ്ടി വരും. പോൾ ഹേമൻ ആണ് ഇത് ഇക്കഴിഞ്ഞ ദിവസത്തെ ഇൻ്റർവ്യൂവിൽ വെച്ച് വെളിപ്പെടുത്തിയത്. നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് ചാഡ് ഗേബിൾ എന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. എൽ ഗ്രാൻഡ് അമേരിക്കൻ എന്ന് പറയുന്ന ഗംഭീരമായിട്ടുള്ള ഒരു കഥാപാത്രവും ഗംഭീരമായിട്ടുള്ള ഒരു സ്റ്റോറിയും ചെയ്തുകൊണ്ട് പഴയ ചാഡ് ഗേബിളിലേക്ക് തന്നെ തിരികെ വന്നപ്പോൾ അദ്ദേഹത്തിന് നിലവിൽ പുറത്തേക്ക് വരുന്ന വാർത്തകൾ അദ്ദേഹത്തിൻ്റെ അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഗംഭീരമായിട്ടുള്ളൊരു വാർത്തകളാണ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അപ്ഡേറ്റ്സ് ആണ് ചാഡ് ഗേബിളിനെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്. AAA എന്ന് പറയുന്ന മെക്സിക്കൻ കമ്പനിക്ക് വേണ്ടി WWE അണ്ടറിൽ ആണെങ്കിൽ പോലും അവിടുത്തെ ആ കമ്പനിക്ക് വേണ്ടി ആ കമ്പനിയിലെ ഒരു റെസ്ലറിൻ്റെ പോലെ വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ പോലെ ഈ സ്റ്റോറി ചെയ്തു വന്ന ചാഡ് ഗേബിളിന് സമ്മർ സ്ലാമിൽ വലിയൊരു റോൾ കൊടുക്കാനാണ് നിലവിൽ കമ്പനി താല്പര്യപ്പെടുന്നത്. സമ്മർ സ്ലാമിൽ വലിയൊരു റോൾ എന്ന് പറയുമ്പോൾ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരമെങ്കിലും ചാഡ് ഗേബിളിന് കൊടുക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു ചാമ്പ്യൻ ആകുന്ന രീതിയിലേക്കും ചാഡ് ഗേബിളിൻ്റെ മത്സരം മാറാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളൊരു വാർത്തകളാണ് നിലവിൽ റെസ്ലിംഗ് ബോർഡ്സിൻ്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ അവർ പങ്കുവെക്കുന്നത്. അപ്പോൾ ചാഡ് ഗേബിൾ എന്ന റെസ്ലറിനെ ഇഷ്ടപ്പെടുന്നവർ, ചാഡ് ഗേബിൾ എന്ന റെസ്ലറിനെ ഇഷ്ടപ്പെടാത്തവർ ആരും ഉണ്ടായിരിക്കില്ല. അവരെ സംബന്ധിച്ച് പക്ക പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ലഭിക്കുന്നത്. മൂന്നാമത്തെ അപ്ഡേറ്റ് ഡാമിൻ പ്രീസ്റ്റ് എന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. WWE ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളാണ് ഡാമിൻ പ്രീസ്റ്റ്. പക്ഷേ ഡാമിൻ പ്രീസ്റ്റ് AAA എന്ന് പറയുന്ന മെക്സിക്കൻ കമ്പനി റോസ്റ്ററിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം AAAയിൽ ജോയിൻ ചെയ്തു എന്നുള്ളത് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നു. കാരണം കഴിഞ്ഞ ആഴ്ചത്തെ AAAയുടെ ലൈവ് വീക്ക്ലി എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ഇനിയുള്ള ആഴ്ചകളിലേക്കുള്ള ഒരു ടെലിവിഷൻ ടൈപ്പിംഗ് പ്രീ ഷൂട്ട് അവർ ചെയ്തു വെക്കുകയുണ്ടായി. അതിൽ AAAയിലേക്ക് സർപ്രൈസ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ഡാമിൻ പ്രീസ്റ്റ് നടത്തുകയുണ്ടായി. കൂടാതെ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് അദ്ദേഹം വരുന്നു എന്നുള്ള ഒരു വാർണിംഗ് കൂടി റോസ്റ്ററിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ AAAയിലും സ്മാക്ഡൗണിലെ പോലെ തന്നെ തിളങ്ങി നിൽക്കാനാണ് ഡാമിൻ പ്രീസ്റ്റ് ശ്രമിക്കുന്നത്. ചിലപ്പോൾ ഡാമിൻ പ്രീസ്റ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ട് AAA മെഗാ ചാമ്പ്യൻഷിപ്പിനായിരിക്കും ഡാമിൻ പ്രീസ്റ്റ് പോകാൻ സാധ്യത. ഗംഭീരമായിട്ടുള്ള ഒരു സ്റ്റോറി
AAAയിൽ ഡെമിനിൻ പ്രീസ്റ്റിന് കൊടുക്കാനും സാധ്യതയുണ്ട്. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്നത് ഈ ശനിയാഴ്ച നടക്കാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിന്റെ സ്പോയിലേഴ്സ് ആണ്. ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്മാക്ഡൗൺ എപ്പിസോഡാണ് ഈ ശനിയാഴ്ച നടക്കാൻ പോകുന്നത്. അമേരിക്കയിൽ USA നെറ്റ്വർക്ക് എന്ന് പറയുന്ന ചാനലിൽ ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത് വെള്ളിയാഴ്ച, അമേരിക്കൻ സമയം നോക്കിയാൽ വെള്ളിയാഴ്ചയായിരിക്കും, ഇന്ത്യൻ ടൈം നോക്കിയാൽ ശനിയാഴ്ചയായിരിക്കും. നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ഒരു എപ്പിസോഡ് പുറത്തേക്ക് വിടാനും പോകുന്നത് ശനിയാഴ്ചയായിരിക്കും. പക്ഷേ കുറച്ച് ഓൺലൈൻ വെബ്സൈറ്റുകളിൽ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമായിട്ട് ലീക്കായി HD ക്വാളിറ്റിയിൽ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതേ എപ്പിസോഡ് തന്നെയായിരിക്കും നമുക്ക് നെറ്റ്ഫ്ലിക്സിലൂടെയും കാണാൻ സാധിക്കുക. അപ്പോൾ പ്രീ ഷൂട്ട് ചെയ്ത് വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന് പറയുന്ന ഇവൻറ്റ് നടക്കുന്നത് സൗദി അറേബ്യയിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിന് തലേദിവസം നടക്കുന്ന സ്മാക്ഡൗൺ എപ്പിസോഡ് ഒന്നെങ്കിൽ സൗദി അറേബ്യയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ മുൻകൂട്ടി ഷൂട്ട് ചെയ്യാറോ ആണ് പതിവ്. അതുപോലെ മുൻകൂട്ടി ഷൂട്ട് ചെയ്ത് വെച്ചത് മാത്രമാണ്. കൂടാതെ ലണ്ടൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് സ്മാക്ഡൗൺ എപ്പിസോഡ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതിന് തലേദിവസം നടന്ന റോ എപ്പിസോഡ് ലൈവായിട്ട് നടന്നത് ലണ്ടൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇത് കൊണ്ടാണ് സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ ഒരു പ്രീ ഷൂട്ട് നടന്നത്. അതിലൊരു ക്ലാരിഫിക്കേഷൻ വരുത്തിക്കൊണ്ട് മറ്റ് അപ്ഡേറ്റ്സിലേക്ക് കടക്കാമെന്ന് കരുതിയിട്ടാണ്. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ബ്ലേക്ക് മൊൺറോ എന്ന് പറയുന്ന താരത്തിൻ്റെ ഓൺ റിംഗ് ഡെബ്യൂ അത് നമുക്ക് ഇന്ന് സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതായി കാണാൻ സാധിച്ചു. ജൂലിയ എന്ന് പറയുന്ന റെസ്ലറിനെ ബ്ലേക്ക് മൊൺറോ ആക്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. കൂടാതെ ഡെൻ ഹാൻസിൻ്റെ ഒരു മത്സരം നടന്നിട്ടുണ്ടായിരുന്നു. ഡെൻ ഹാൻസിനും മാറ്റ് കാർഡോണയും ടീം ആയിക്കൊണ്ട് ഈ ലോസ് ഗാർസ എന്ന് പറയുന്ന ടീമിനെതിരെ കളിച്ച ഒരു ടാഗ് ടീം മത്സരം ഇവരുടെ ടീമിന് വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ രസകരമായിട്ടുള്ള ഒട്ടനവധി സംഭവങ്ങളുണ്ടായിരുന്നു. ഇതിൽ എടുത്തു പറയേണ്ടത് MFT എന്ന് പറയുന്ന ടീമിനെ സംബന്ധിച്ചാണ്. MFT ടീമിലെ ടാമ ടോങ്ക, ടോല ടോങ്ക തുടങ്ങിയവർ സോളോസിക്കോയുമായിട്ട് സ്പ്ലിറ്റായി, ഇവരുടെ ഫാക്ഷൻ തന്നെ സ്പ്ലിറ്റായി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിനെ കേന്ദ്രീകരിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനുകൾ ഇനി അങ്ങോട്ട് കാണാൻ സാധിക്കും. സോളോസിക്കോവ ഇനി ഒറ്റക്കാണ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു അപ്ഡേറ്റിലേക്കാണ് കാര്യങ്ങൾ സ്മാക്ഡൗണിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇനി മറ്റൊരു അപ്ഡേറ്റ് മെയിൻ ഇവൻറ്റിലെ ഫേസ് ടു ഫേസ് സെഗ്മെൻ്റ് ആണ്. അവിടെ ജെ ഊസോ, കോഡി റോഡ്സ്, ഗുന്തർ, അതുപോലെ തന്നെ ഒബ ഫെമി തുടങ്ങിയവരെയൊക്കെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുള്ള വലിയൊരു ഫേസ് ടു ഫേസ് ഭാഗവും നടന്നിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാകും, സെത്ത് റോളിൻസും ഒബ ഫെമിയും ടീം ആയിക്കൊണ്ട് ദ വിഷൻ ടീമിനെതിരെ കളിക്കുന്ന ഒരു മത്സരം ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇത് സ്മാക്ഡൗൺ എപ്പിസോഡിന് വേണ്ടിയിട്ടുള്ളതായിരുന്നില്ല. സ്മാക്ഡൗൺ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം അവിടെ ലൈവായി ഷോ കാണാൻ വന്ന കാണികൾക്ക് വേണ്ടി നടത്തിയ ഒരു ഡാർക്ക് മാച്ചാണ്. അത് നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് വീഡിയോ ആയിട്ടും ഫുൾ വീഡിയോ ആയിട്ടും ആ മാച്ചിൻ്റെ ഡീറ്റെയിൽസ് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ മത്സരത്തിൽ സെത്ത് റോളിൻസ്, ഒബ ഫെമി തുടങ്ങിയവരുടെ ടീമാണ് വിഷൻ ടീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയിച്ചത്. ഇത് സ്മാക്ഡൗൺ എപ്പിസോഡിൽ കാണാൻ സാധിക്കില്ല. സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ ഈ കോഡി റോഡ്സും ഒബ ഫെമിയും ഫേസ് ടു ഫേസ് വരുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു അവർ ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാനുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് മറ്റ് വീഡിയോയിലൂടെ മറ്റ് അപ്ഡേറ്റ്സ് നമുക്ക് ചർച്ച ചെയ്യാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.